ജനപ്രിയ യൂണിയൻ ബജറ്റ് എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഇത്തവണയും കേരളത്തിന് അവഗണന മാത്രമാണുള്ളത്. ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് മുതൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന ആവശ്യത്തിന് പോലും കേന്ദ്രം കണ്ണടച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടും പുനർനിർമ്മാണത്തിന് പദ്ധതിയൊന്നുമില്ല. മിനിറ്റിന് ബീഹാറിന്റെ പേരെടുത്ത് പറഞ്ഞ് പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും കേരളം അടക്കമുള്ള ഇന്ത്യ ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ പ്രഖ്യാപനങ്ങളില്ല. ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിന്റെ പേര് ഒരിടത്ത് പോലും പരാമർശിക്കപ്പെട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്, വയനാടിന് 2,000 കോടിയുടെ പാക്കേജ്, രാജ്യത്തിന്റെ അഭിമാന പദ്ധതി എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടി എന്നിവയും എയിംസും കേരളം ചോദിച്ചിരുന്നുവെങ്കിലും ഇതൊന്നും പരാമർശിച്ചതേയില്ല. പ്രവാസി സംരക്ഷണ പദ്ധതികൾക്കായി 300 കോടിയും റബ്ബർ താങ്ങുവില 280 രൂപയായി നിലനിർത്തുന്നതിന് 1000 കോടിയും കേരളം ചോദിച്ചു. ഇതിലും പ്രഖ്യാപനമുണ്ടായില്ല. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് സഹായകമായ പദ്ധതികൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവിടെയും നിരാശയായിരുന്നു ഫലം. കേരളത്തിലെ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ പദ്ധതികളുടെ പൂർത്തീകരണത്തിനുള്ള നടപടികളാണ് ബജറ്റിൽ കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയത്. എന്നാൽ പദ്ധതിയിൽ നിന്നുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കുറവാണെന്ന കാരണത്താൽ കേന്ദ്രം ഇനിയും അനുമതി നൽകിയിട്ടില്ല. റെയിൽവേ വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്ന നിലമ്പൂർ നഞ്ചങ്കോട്, ഗുരുവായൂർ തിരുനാവായ പാതകൾ, ഷൊർണൂർ എറണാകുളം 3-ാം പാത, തിരുവനന്തപുരം എറണാകുളം 3-ാം പാത, തിരുവനന്തപുരം മംഗളൂരു 3-ഉം 4-ഉം പാത പദ്ധതികൾക്കുള്ള നടപടികളും ബജറ്റിൽ ഉണ്ടായില്ല. ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് സംസ്ഥാന സർക്കാർ പ്രതികരിച്ചത്. കേന്ദ്ര സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിന്റെ പ്രതീക്ഷകൾക്കെതിരായ രാഷ്ട്രീയ രേഖയായി ബജറ്റ് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിരാശാജനകമെന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിനെ കുറിച്ച് പറഞ്ഞത്. പ്രത്യേക ഒരു പാക്കേജ് കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്നെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. കണക്കുകൾ സംസാരിക്കുന്നതാണ്, രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രണ്ടാമത്, കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. BJP സംസ്ഥാനങ്ങൾക്കായുള്ള ബജറ്റാണെന്നും കേരളത്തിനെ പൂർണ്ണമായും അവഗണിച്ചെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനം എന്നുള്ളൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻകം ടാക്സിൻ്റെ പരിധി ഉയർത്തി എന്നത് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാക്കി ഭയങ്കരമായ ഒരു മിഡിൽ ക്ലാസ് ബജറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അല്ലാതെ ആഴത്തിലുള്ള ഒരു സമീപനമില്ല. വിവേചനപരമായ ബജറ്റെന്നായിരുന്നു പ്രതിപക്ഷ എംപിമാരുടെ ആരോപണം. തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതി എവിടെയാണ് അവർ ടച്ച് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ അതേ തുക തന്നെയാണ്. ഡിമാൻഡ് ഓരോ വർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡിമാൻഡ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ തുക വർദ്ധിപ്പിച്ചാൽ മാത്രമല്ലേ സ്കീം തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൻരേഗയെ സത്യത്തെ ഫലത്തിൽ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന സ്ഥിതിയിലാണ് ഇത്. ഗ്രാമീണ തൊഴിലവസരങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നൊരു പദ്ധതിയായിട്ട് അത് മാറ്റപ്പെടും. രാഷ്ട്രീയ സങ്കുചിതത്വമാണ് ബജറ്റിലുള്ളതെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത്. 6 സ്ഥലത്താണ് ബീഹാറിനെ പരാമർശിക്കുന്നത്. എത്രത്തോളം രാഷ്ട്രീയ സങ്കുചിതത്വമാണ് ഈ ബജറ്റിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു പരാമർശം കൊണ്ട് തന്നെ വ്യക്തമാകുന്നതാണ്. കേരളത്തിൻ്റെ കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്ന റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആവശ്യത്തോട് ഈ ബജറ്റ് മുഖംതിരിഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയായ ആളോട് ദേഷ്യമുള്ളതുപോലെയാണ് ബജറ്റെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കേരളത്തെ അവർ ഇന്ത്യയുടെ പരിഗണിക്കേണ്ട ഒരു സ്റ്റേറ്റായി കാണുന്നില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. വളരെ ശൂന്യമായ ഒരു സ്ഥിതിയാണ്. വലിയ അപകടകരമായ ഒരു പ്രവണതയാണിത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അർഹിക്കുന്നത് ആ സ്റ്റേറ്റിന് കൊടുക്കേണ്ടതാണ്. കേരളത്തിൽ നിന്ന് ബജറ്റിനെതിരെ വിമർശനം ഉയരുമ്പോഴും നിർമ്മല സീതാരാമനെ സംസ്ഥാന BJP നേതൃത്വം പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അവതരിപ്പിച്ചത് കേരള ബജറ്റല്ല എന്നായിരുന്നു വിമർശനങ്ങളോടുള്ള സംസ്ഥാന BJP അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. കേരളത്തിന് ഇത്രയും പ്രയോജനപ്പെടുന്ന ഒരു ബജറ്റ് ഇതിനു മുൻപുണ്ടായിട്ടില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു വെച്ചു. ഇത്രയും അധികം ആനുകൂല്യങ്ങൾ ലഭിച്ച മറ്റൊരു ബജറ്റും നാം കണ്ടിട്ടില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുന്നതിന് വേണ്ടിയുള്ള വലിയൊരു കുതിച്ചുചാട്ടത്തിന്റെ സൂചനകൾ നൽകുന്ന ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരും ഇടത്തരക്കാരും അതുപോലെ ചെറുകിട സംരംഭകരും ചെറുകിട കച്ചവടക്കാരും അധികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഇതിന്റെ വലിയ പ്രയോജനം ഇടത്തരക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ
കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബജറ്റിൽ അവഗണിച്ചത് രാഷ്ട്രീയ വിമർശനമായി തന്നെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ വിഷയം പാർലമെന്റിനുള്ളിൽ എംപിമാർ ഉന്നയിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.